ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ശരി ഉത്തരം ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭുവാണ് 1926 മുതൽ 1931 വരെ വൈസ്രോയി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം, നെഹ്റു റിപ്പോർട്ട്, ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, ഉപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത്. ഇർവിൻ പ്രഭുവാണ് 1926 മുതൽ 1931 വരെ വൈസ്രോയി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം, നെഹ്റു റിപ്പോർട്ട് 1928, ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1929, ഉപ്പ് സത്യാഗ്രഹം 1930 എന്നിവ നടന്നത് എന്ന് ഓർമ്മിക്കുക. സൈമൺ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? സൈമൺ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോൺ സൈമൺ. സൈമൺ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 7. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആര്? സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്ന പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ക്ലെമന്റ് ആറ്റ്ലി. 1945, 1951 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആറ്റ്ലിയുടെ കാലത്താണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. 1945 to 51 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആറ്റ്ലിയുടെ കാലത്താണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്ത്? സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതുകൊണ്ട്. സൈമൺ ഗോ ബാക്ക് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആര്? സൈമൺ ഗോ ബാക്ക് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആര്? ശരിയായ ഉത്തരം യൂസഫ് മെഹർ അലി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂസഫ് മെഹർ അലി. സൈമൺ ഗോ ബാക്ക് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ ബി യൂസഫ് മെഹർ അലി. 1928 ഈ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. പിന്നീട് 1942 ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യവും അദ്ദേഹം തന്നെയാണ് നൽകിയത്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യവും യൂസഫ് മെഹർ അലി തന്നെയാണ് നൽകിയത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിലാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിലാണ്? ശരിയായ ഉത്തരം സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇത് നിയമപരമായി ഉൾപ്പെടുത്തി. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇത് നിയമപരമായി ഉൾപ്പെടുത്തി. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം ഏത്? സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഏത്? സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ശരിയായ ഉത്തരം 1927 മദ്രാസ് സമ്മേളനം. സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ബി 1927 മദ്രാസ് സമ്മേളനം. പ്രസിഡന്റ് ഡോക്ടർ MK അൻസാരി ആയിരുന്ന മദ്രാസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇതേ സമ്മേളനത്തിൽ തന്നെയാണ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിനിടെ
പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ് ആര്? സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ് ആര്? ശരിയായ ഉത്തരം ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ് ലാല ലജ്പത് റായ്. 1928 നവംബർ 17 അദ്ദേഹം മരിച്ചു. ഇതിനു പ്രതികാരമായാണ് ഭഗത് സിംഗും രാജഗുരുവും ചേർന്ന് സ്കോട്ടിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും തെറ്റിദ്ധരിച്ച് സോണ്ടേഴ്സിനെ വധിച്ചത്. 1928 നവംബർ 17 ലാല ലജ്പത് റായ് മരിച്ചു. ഇതിനു പ്രതികാരമായാണ് ഭഗത് സിംഗും രാജഗുരുവും ചേർന്ന് സ്കോട്ടിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും തെറ്റിദ്ധരിച്ച് സോണ്ടേഴ്സിനെ വധിച്ചത്. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് ആര്? മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് ആര്? ഉത്തരം ടി പ്രകാശം. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനം നയിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ടി പ്രകാശം. 1928 ഫെബ്രുവരി 3 കമ്മീഷൻ മദ്രാസിലെത്തിയപ്പോൾ ആന്ധ്ര കേസരി ടി പ്രകാശമാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ പ്രതിഷേധത്തിനിടെയാണ് തോട്ടി ശ്രീനിവാസ അയ്യങ്കാർ കൊല്ലപ്പെട്ടത്. സൈമൺ വിരുദ്ധ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. 1928 ഫെബ്രുവരി 3 കമ്മീഷൻ മദ്രാസിലെത്തിയപ്പോൾ ആന്ധ്ര കേസരി ടി പ്രകാശമാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ പ്രതിഷേധത്തിനിടെയാണ് പോലീസ് വെടിവെപ്പിൽ തോട്ടി ശ്രീനിവാസ അയ്യങ്കാർ കൊല്ലപ്പെട്ടത്. സൈമൺ വിരുദ്ധ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. സൈമൺ കമ്മീഷനുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച അഖിലേന്ത്യാ സഹകരണ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? സൈമൺ കമ്മീഷനുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച അഖിലേന്ത്യാ സഹകരണ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സൈമൺ കമ്മീഷനുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച അഖിലേന്ത്യാ സഹകരണ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ അന്വേഷണം പൂർത്തിയാക്കി തിരികെ പോയ വർഷം? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ അന്വേഷണം പൂർത്തിയാക്കി തിരികെ പോയ വർഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ അന്വേഷണം പൂർത്തിയാക്കി തിരികെ പോയ വർഷം? ഓപ്ഷൻ ബി 1929 മാർച്ച് 3. റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 മെയ് 27. റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 മെയ് 27. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ അന്വേഷണം പൂർത്തിയാക്കി തിരികെ പോയ വർഷം? 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏത്? ശരിയായ ഉത്തരം 1930 മെയ് 27. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930 മെയ് 27. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബട്ട്ലർ കമ്മിറ്റി. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ ബി ബട്ട്ലർ കമ്മിറ്റി. ബട്ട്ലർ കമ്മിറ്റിയുടെ ചെയർമാൻ സാർ ഹാർക്കോർട്ട് ബട്ട്ലറാണ്. ബട്ട്ലർ കമ്മിറ്റിയുടെ ചെയർമാൻ സാർ ഹാർക്കോർട്ട് ബട്ട്ലറാണ്. ഇതിനെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നും പറയും. ബട്ട്ലർ കമ്മിറ്റിയെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നും പറയും. 1929 റിപ്പോർട്ട് സമർപ്പിച്ചു. 1929 റിപ്പോർട്ട് സമർപ്പിച്ചു. പാരമൗണ്ട് ഡോക്ട്രിൻ, ബ്രിട്ടീഷുകാർക്ക് പരമാധികാരം നാട്ടുരാജ്യങ്ങൾക്ക് കൈമാറാൻ കഴിയില്ല, ഈ കമ്മിറ്റിയാണ് വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏത്? ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കമ്മ്യൂണൽ അവാർഡ്. 1932 ആഗസ്റ്റ് 16. ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏത്? ഓപ്ഷൻ സി കമ്മ്യൂണൽ അവാർഡ്. 1932 ആഗസ്റ്റ് 16. പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യൻസ്, ദളിതർ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് നൽകി. ദളിതർക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് നൽകിയതിനെ എതിർത്ത് ഗാന്ധിജി പൂനെയിൽ യർവാദ ജയിലിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഒടുവിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ 1932 സെപ്റ്റംബർ 24 ഉണ്ടായി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെ ആയിരുന്നു?
ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ മൂന്നും. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെയായിരുന്നു? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളന നിർദ്ദേശങ്ങൾ, വൈറ്റ് പേപ്പർ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളന നിർദ്ദേശങ്ങൾ, വൈറ്റ് പേപ്പർ. ഈ മൂന്നും ചേർന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന 1935 ആക്ടിന് അടിസ്ഥാനമായത്. ഈ മൂന്നും ചേർന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന 1935 ആക്ടിന് അടിസ്ഥാനമായത്. 1934 ഡിസംബർ 19 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് 1935 നിയമമായ ബില്ല് ഏത്? ശരിയായ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1934 ഡിസംബർ 19 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് 1935 നിയമമായ ബില്ല് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1934 ഡിസംബർ 19 ബില്ലായി അവതരിപ്പിച്ചു. 1935 ആഗസ്റ്റ് 2 രാജാവ് ഒപ്പുവെച്ച നിയമമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണിത്. 321 വകുപ്പും 10 പട്ടികകളും. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 321 വകുപ്പുകളും 10 പട്ടികകളുമാണെന്ന് ഓർമ്മിക്കുക. 321 വകുപ്പുകളും 10 പട്ടികകളും ഉണ്ട് എന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏത്? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ 75% ഭാഗവും 1935 ആക്ടിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ്, മിനി ഭരണഘടന, കാർബൺ കോപ്പി എന്നൊക്കെ വിളിക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ രൂപീകരിച്ച സംവിധാനം ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ രൂപീകരിച്ച സംവിധാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫെഡറൽ റെയിൽവേ അതോറിറ്റി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ രൂപീകരിച്ച സംവിധാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫെഡറൽ റെയിൽവേ അതോറിറ്റി. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാനും ഫെഡറൽ കോടതി സ്ഥാപിക്കാനും ഈ ആക്ട് വ്യവസ്ഥ ചെയ്തു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 സ്ഥാപിതമായി. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഫെഡറൽ കോടതി 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായി. ഫെഡറൽ കോടതി 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി. ആദ്യ ചീഫ് ജസ്റ്റിസ് സർ മൗറിസ് ക്വയർ. ഫെഡറൽ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ മൗറിസ് ക്വയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് വെല്ലിംഗ്ടൺ പ്രഭു. ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ലിൻലിംഗ്തോ പ്രഭു. ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇദ്ദേഹമാണ്. ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ലിൻലിംഗ്തോ പ്രഭു. ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇദ്ദേഹമാണ്. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ നിലവിൽ വന്ന ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായി മാറിയത് എന്ന്? 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ നിലവിൽ വന്ന ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായി മാറിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1950 ജനുവരി 28. ഉത്തരം ഓപ്ഷൻ ഡി 1950 ജനുവരി 28. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ നിലവിൽ വന്ന ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായി മാറിയത് ഓപ്ഷൻ ഡി 1950 ജനുവരി 28. ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1 ഡൽഹിയിലാണ്. ആദ്യ ചീഫ് ജസ്റ്റിസ് സർ മൗറിസ് ക്വയർ ആണ്. സുപ്രീം കോടതി ആയത് 1950 ജനുവരി 28 ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദ്. സുപ്രീം കോടതി ആയത് 1950 ജനുവരി 28 ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദ്. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കാനിയ. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കാനിയ. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ഏത്? ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ഏത്?
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947, ചാർട്ടർ ആക്ട് 1833. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബർമയെ അല്ലെങ്കിൽ മ്യാൻമാറിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ നിയമം. ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ആക്ട് പ്രകാരം 1937 ഏപ്രിൽ 1 ബർമ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക കോളനിയായി. 1935 ആക്ട് പ്രകാരം 1937 ഏപ്രിൽ 1 ബർമ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക കോളനിയായി. സിന്ധ് പ്രവിശ്യയെ ബോംബെയിൽ നിന്ന് വേർപ്പെടുത്തി ഒറീസയെ ബീഹാറിൽ നിന്ന് വേർപ്പെടുത്തിയതും ഈ ആക്ട് പ്രകാരമാണ്. സിന്ധ് പ്രവിശ്യയെ ബോംബെയിൽ നിന്ന് വേർപ്പെടുത്തിയതും ഒറീസയെ ബീഹാറിൽ നിന്ന് വേർപ്പെടുത്തിയതും ഈ ആക്ട് പ്രകാരമാണ്. 1935 നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷവും ഭൂരിപക്ഷം നേടിയ പാർട്ടിയും. 1935 നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷവും ഭൂരിപക്ഷം നേടിയ പാർട്ടിയും. ശരിയായ ഉത്തരം 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർ സാമുവൽ ഹോയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർ സാമുവൽ ഹോയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർ സാമുവൽ ഹോയർ. ഇദ്ദേഹമായിരുന്നു അന്നത്തെ ഇന്ത്യ സെക്രട്ടറി. 1935 ആക്ടിൻ്റെ കരട് തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. അതിനാൽ ഫാദർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സർ സാമുവൽ ഹോയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര സെക്ഷനുകളും ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 321 സെക്ഷനും 10 ഷെഡ്യൂളുകളും. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇതുവരെ പാസ്സാക്കിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ നിയമമായിരുന്നു 1935 ആക്ട്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ റെക്കോർഡ് തകർത്തു. ഇപ്പോൾ 448 ആർട്ടിക്കിളും 12 ഷെഡ്യൂളുകളും ഉണ്ട്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ റെക്കോർഡ് തകർത്തു. ഇപ്പോൾ 448 ആർട്ടിക്കിളും 12 ഷെഡ്യൂളുകളും ഉണ്ട്. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന്? ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്ന്? ശരിയായ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനാക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. 1935 ആക്ടിൽ നിന്ന് ഭരണഘടന കടമെടുത്ത പ്രധാന കാര്യങ്ങൾ: ഗവർണർ സംസ്ഥാന ഭരണത്തലവൻ, ഫെഡറൽ സംവിധാനം, സുപ്രീം കോടതി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ അധികാരങ്ങൾ, ഭരണകൂടത്തിൻ്റെ ഘടന, 3 ലിസ്റ്റുകൾ, കേന്ദ്ര സംസ്ഥാന കൺകറൻറ്റ്. 1935 ആക്ടിൽ ഭരണഘടന കടമെടുത്ത പ്രധാന കാര്യങ്ങൾ: ഗവർണർ സംസ്ഥാന ഭരണത്തലവൻ, ഫെഡറൽ സംവിധാനം, സുപ്രീം കോടതി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ അധികാരങ്ങൾ, ഭരണകൂടത്തിൻ്റെ ഘടന, 3 ലിസ്റ്റുകൾ, കേന്ദ്ര സംസ്ഥാന കൺകറൻറ്റ്. ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം, അടിമത്തത്തിൻ്റെ പുതിയ ചാർട്ടർ അല്ലെങ്കിൽ രേഖ എന്നിങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആര്? ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം, അടിമത്തത്തിൻ്റെ പുതിയ ചാർട്ടർ അല്ലെങ്കിൽ രേഖ എന്നിങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആര്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം, അടിമത്തത്തിൻ്റെ പുതിയ ചാർട്ടർ അല്ലെങ്കിൽ രേഖ എന്നിങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.